ലേറ്റസ്റ്റ് പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു മുട്ടൻ വഴക്ക് നടക്കുന്നുണ്ട് ഈ വീട്ടിലെ. സീസൺ 6 നുണച്ചി ആരാണെന്ന് പറഞ്ഞാൽ നോറയാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി. പക്ഷെ അതിന്റെ ഇരുതല കൊളുത്തി ആരാണെന്ന് പറഞ്ഞാൽ ജാനുവിന് അതിൽ വലിയൊരു പങ്കുണ്ട്, ചെറുതല്ലാത്ത വലിയൊരു പങ്ക്. സംഭവം നോറയാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞും ജാസ്മിൻ അറിഞ്ഞത്. നോറ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നേരത്തെ എന്താ പറയുക, ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഒരു ടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. നോറ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കുറച്ച് മുൻപ് ഈ ഒരു ടോക്കും ഒരു ഇഷ്യൂസ് ഒക്കെ നടന്നു ഓർമ്മയുള്ളവർ ഓർത്തെടുത്തോളൂ. സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ അത് ഗെയിമിന് വേണ്ടി പറഞ്ഞാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നോറ അങ്ങനെ ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേറെ ആരെയാണെന്നൊക്കെ പരക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. എന്നാൽ വലിയ എല്ലാവരുടെയും ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും പുള്ളി പതിഞ്ഞിരുന്ന് ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഞാൻ എന്നെ പറ്റി ഇങ്ങനെയാണ്, പുള്ളിയുടെ സംസാരം അറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൺവിൻസ് ചെയ്യണം. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറയാനുള്ള കാരണം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് പുള്ളി ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരുടെ അടുത്തും കുറച്ച് മനസ്സ് വിട്ടിട്ടുണ്ട്. ഏറെക്കുറെ ഏറ്റവും കൂടുതൽ കുശിക്കുന്നത് രശ്മിനും നോറയുമാണ്. അത് നേരത്തെ ഒരു പുതപ്പിനടിയിൽ മൈക്കുരി വെച്ച് സംസാരിക്കുന്നതൊക്കെ ജിൻഡോ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതാണ് അന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര അടി വന്നപ്പോൾ ഏറെക്കുറെയൊക്കെ ഇതായി. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജാസ്മിന്റെ കഥയൊക്കെയാണ് രശ്മിനോട് പറഞ്ഞിട്ടുള്ളത്. രശ്മിൻ പക്ഷെ ജാസ്മിനോട് ഭയങ്കര കൂട്ടാണെങ്കിലും അതൊന്നും ചോദിക്കാൻ പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ജാസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ ഇപ്പൊ പൂർവാധികം എന്തൊക്കെയാണ് നോറ പറഞ്ഞത് എന്നുള്ളതിന്റെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ ജാൻമോണിയാണ് അവിടെ കൊണ്ടുപോയി കൊളുത്തിയത്. ആരെടുത്ത്? ജാസ്മിനോട് വന്ന് പറഞ്ഞത്. അത് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം, ഈ തീറ്റ മത്സര ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ബാത്റൂമിൽ വന്നിട്ട് ജാൻമണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പറയുന്നുണ്ട്, അവളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ 1000 കാര്യങ്ങളുണ്ട്, ഇവള് നാറി പൊളിയും. പക്ഷെ ഞാൻ ഇവിടെ പറയില്ല. ഇത് ഋഷിയുണ്ട് അവിടെ, ഋഷിയോടും ജാൻമണിയോടാണ് അപ്പൊ പറഞ്ഞത്. ഇവിടെ പറയില്ല. ഇവിടെ പറയാത്തത് എൻ്റെ ക്വാളിറ്റിയാണ്. ഞാനത് ഇവിടെ പറയില്ല. പറയേണ്ട അടുത്ത് പറയും. ഈ ഷോ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ ഈ സോഷ്യൽ മീഡിയയിൽ, ഈ സൊസൈറ്റിയിൽ ഇവളുടെ മുഖംമൂടി ഞാൻ വലിച്ചു കയറും. ഇവൾ ആര് എന്ത് ഈ വീട്ടിൽ കാണുന്ന അവളല്ല അവൾ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പേര് പറയാതെ പറയുമ്പോൾ നോറയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ബാത്റൂമിലിരുന്ന് ഇങ്ങനെ ഇത് കതറി പറയുമ്പോൾ നോറയാണ് കാണിച്ചത്. അപ്പോഴേ വിചാരിച്ചത് ഒരു മുട്ടൻ വഴക്കിലേക്കാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോ വന്നതിൽ സംഭവം ജാൻമണി ആ കൊളുത്തി കൊടുത്തത്, അതായത് പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കി നോറ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പരത്തുന്നുണ്ട് എന്നുള്ളത്. പറഞ്ഞു പരത്തിയില്ലെങ്കിലും സത്യമാണ്, നമ്മൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്. എങ്കിലും നോറ അത് അവിടെ ഒന്നുകൂടി പാട്ടാക്കുന്നുണ്ട്, അറിയാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ജാസ്മിൻ വിശ്വസിച്ചുകൊണ്ട് അതൊന്നും ചോദ്യം ചെയ്യാണ്. നോറ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജാസ്മിനാണ് ഒട്ടും വിടുന്നില്ല. എന്നിട്ട് പറഞ്ഞത് ഈ രശ്മിനെ എല്ലാം അറിയാം, രശ്മിന്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, എല്ലാം അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ രശ്മിൻ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം നിന്നെ കുറിച്ചിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവിടെ രശ്മിൻ കാരണം ഒരു അടി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്തായാലും ആ 3 പേർക്കുള്ളിൽ ഒരു വിള്ളൽ വരും. നോറയും ജാസ്മിനും തമ്മിൽ വലിയതൊന്നുമില്ലെങ്കിലും രശ്മിനും ജാസ്മിനും തമ്മിൽ ഒരു വഴക്കിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. നമുക്കതിപ്പോ ലൈവിൽ വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അടിപൊളി പ്രമോയാണ്. ഈ ഒരു ഇതിനു വേണ്ടി ഈ ഒരു മുട്ടൻ വഴക്കിന് തിരികൊളുത്തിയത് നമ്മുടെ ജാനു തങ്കം തന്നെയാണ്, ക്യാപ്റ്റൻ. അവിടെ ഒരു തിരികൊളുത്തി മാലപ്പടക്കത്തിന്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.